എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നമ്മുടെ മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് മീൻ കിട്ടി. അതായത് നമ്മുടെ ക്ലാത്തി മീൻ അല്ലേ, ക്ലാത്തി അല്ലേ, കുറച്ച് ക്ലാത്തി മീൻ കിട്ടി. അപ്പോൾ അതൊന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ പൊരിച്ചു. അപ്പോൾ ഒന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ചാണ്. എല്ലാം ഞാൻ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മസാല പുരട്ടി എടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, എപ്പോഴും പറയും പോലെ പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഓൾ ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഫിഷ് ആദ്യം നമുക്ക് മസാല പുരട്ടി റെഡിയാക്കി വയ്ക്കണം. എങ്ങനെ? മുളക് പൊടി ഒരുപാട് ഐറ്റം ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, ഇത്ര ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പം നമുക്കിത് വെച്ചൊന്ന് ഈ മീനൊന്ന് മസാല പുരട്ടി റെഡിയാക്കി എടുക്കാം. എടുത്തിട്ട് ബാക്കി നമുക്ക് കുറച്ച് സവാളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് നമ്മൾ വാഴയിൽ പൊതിഞ്ഞാണ് പൊള്ളിക്കുന്നത്. അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം എന്തായാലും നമ്മുടെ ഈ ക്ലാത്തി മീന്, ഇവിടെ തിരുവനന്തപുരത്തെ ക്ലാത്തി എന്നാണ് പറയുന്നത്, ഈ ക്ലാത്തി മീന് നമ്മൾ ഒന്ന് വരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് മസാല ഒന്ന് തേച്ച് കൊടുക്കാം. ഓക്കെ, ശരി, പോരെ. നമുക്കിതിലേക്ക് അല്പം മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്, അതുപോലെ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്. ഞാൻ പറഞ്ഞിട്ട് വേറെ നമ്മൾ ഒരുപാട് മസാല ചേർക്കുന്നില്ല, കാരണം പൊള്ളിക്കാനായതുകൊണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇത്ര നമ്മളിത് ചേർക്കുന്നുള്ളൂ. ഇത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിന് ഒരല്പം ഉപ്പും കൂടെ നമ്മളിലേക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഒരല്പം അതെൻ്റെ പാടം നോക്കി പോവാം. ഓക്കെ, നമുക്കല്പം എണ്ണ കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കരിമീനെ പൊള്ളിക്കുമ്പോൾ തൈര്, നാരങ്ങ ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഓരോ മീനും ഓരോ മസാല കൂട്ടാണ്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കൂട്ടുകാരെ. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് കുരുമുളക് ചേർക്കാൻ ഓപ്ഷനാണ്. ഞാൻ കുരുമുളക് ചേർക്കുന്നത് കാരണം നല്ല എരിവായി പോകും ചിലപ്പോൾ. ക്ലാത്തി മീനും കൂടെ ആയോണ്ടായിരിക്കും അല്ലേ? ക്ലാത്തി മീൻ നമ്മൾ ഒരുപാട് മസാല വേണ്ട. ഫസ്റ്റ് ടൈമാണ് കൂട്ടാൻ പോകുന്നത്. സംഭവം സൂപ്പറാണ്. നമുക്കെല്ലാം നല്ല രീതിയിൽ മസാല തേച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കൂട്ടുകാരെ. നമുക്ക് മസാല തേച്ച് ഒരു 10 മിനിറ്റ് മീനൊന്ന് വയ്ക്കണം, മസാല ജസ്റ്റ് പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്ക് വറുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഈ സവാള എല്ലാം വറുത്ത് മീൻസ് ഇളക്കി മസാലക്കൂട്ട് തയ്യാറാക്കാനുള്ളത്. ഞാൻ ഓൾറെഡി നമ്മുടെ ക്ലാത്തി മീന് ഞാൻ മസാല പുരട്ടി സെറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം ഒരു 10 മിനിറ്റ് ഇതൊന്ന് പിടിക്കട്ടെ. ഞാൻ ഒരു ഡൗട്ട് ഇല്ലേ, കരിമീനല്ലേ നമ്മൾ സാധാരണ പൊള്ളിക്കാം? കരിമീൻ പൊള്ളിക്കാം, ആവോലി പൊള്ളിക്കാം, നമുക്ക് ഏത് മീനും പൊള്ളിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. നമ്മൾ പൊള്ളിക്കുമ്പോൾ ക്ലാത്തി ഞാനും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഒരു വെറൈറ്റി പിടിച്ചു നോക്കാം. എല്ലാവരും കരിമീനും ആവോലിയാണ് കൂട്ടുകാരെ പൊള്ളിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ചത് ക്ലാത്തി ഒന്ന് പൊള്ളിക്കാൻ. കരിമീനും ആവോലി നമ്മളോട് പൊള്ളിച്ചിട്ടുണ്ട്. ചേട്ടൻ മുന്നേ കഴിച്ചിട്ടുണ്ടോ ക്ലാത്തി മീന്? എങ്ങനെയാണ് ആ ടേസ്റ്റ്? അങ്ങനെ പറയണത് എല്ലാവർക്കും എല്ലാ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. ചേട്ടന് നവര മീനൊക്കെ കൂടുതൽ ഇഷ്ടം. ഇത് കഴിച്ചെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്.
ഈ നമ്മളെ ഈ ശരിക്കും മെയിനായിട്ട് ആൾക്കാർ പൊള്ളിക്കുന്ന ചെമ്പല്ലി, അതുപോലെ ഈ കരിമീന്, ആവോലി, അങ്ങനെയുള്ള മീനുകളായിട്ടുള്ള ആൾക്കാർ പൊള്ളിക്കുന്നത്. പക്ഷെ നമുക്ക് വെറൈറ്റി ആയിട്ട് ക്ലാത്തി മീൻ ഒന്ന് പൊള്ളിച്ച് നോക്കാം. പൊള്ളിച്ചിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും വെറൈറ്റി വേണമല്ലോ. അപ്പോൾ എന്തായാലും കൂട്ടുകാരെ, ഞാനിത് ഓൾറെഡി മസാല പൊടി സെറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കട്ടെ. നമുക്ക് ആ സമയത്ത് സവാള അരിഞ്ഞ് നമുക്കൊന്ന് ചതച്ചെടുക്കണം, മീൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് തൽക്കാലം ഇതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഒരുപാട് അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. തൽക്കാലം ചോപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചോപ്പറിലേക്ക് നമുക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്തിടാം. ഓക്കെ. ഇത് 4ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് സവാള. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ഇടാം. ചോപ്പറെല്ലാം പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ കൂട്ടുകാരെ, അതുകൊണ്ടാണ് ഞാൻ ചോപ്പറിൽ അത്ര അരിഞ്ഞ് ഒരുപാട് സമയം പോകും. ഒന്നാമത്തെ കാര്യം വീഡിയോ ഒരുപാട് ലെങ്ത് ആവാനും പാടില്ല. ശകലം ഇതാ 10 മിനിറ്റ് കൊണ്ട് സംഭവം കഴിഞ്ഞ് കൂട്ടുകാരെ. കണ്ടോ, നമുക്ക് നമ്മൾ അരിയണ അതേ ഇതിൽ സംഭവം വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അതിൽ നിൽക്കില്ല. നിൽക്കും. ചെറുതായിട്ടൊന്ന് സ്ലൈസായിട്ട് അരിഞ്ഞ് വയ്ക്കാം കൂട്ടുകാരെ. നമുക്കിത് നമ്മൾ മസാല കൂട്ടിനാണ്. നമ്മൾ അതായത് കരിമീൻ നമ്മളെ ക്ലാത്തി ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഒരു ഹാഫ് ബോയിൽഡ് ആക്കിയതിന് ശേഷം ഇത്രയും ഇത് കട്ട് ചെയ്യുന്നതിനാണ് നൈസാ പോലെ. ഇത് മതി ഇത്ര കട്ടി വേണം. നമുക്ക് ഇതൊന്ന് അതിൽ ചേർക്കാനുള്ള മസാല കൂട്ടാനുള്ള തക്കാളിയും സവാളയാണ് കൂട്ടുകാർ. അത് ജസ്റ്റ് വറുത്തതിന് ശേഷമാണ് നമുക്കത് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മസാല കൂട്ടി തയ്യാറാക്കിയിട്ട് വാഴയിൽ പൊതിഞ്ഞ് നമുക്ക് പൊള്ളിക്കാൻ. എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ കൂട്ടുകാരെ, ഇതാ നമ്മൾ ഓൾറെഡി പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം. നമുക്ക് അത് മീനൊന്ന് വറുത്ത് മാറ്റണം, ഒന്ന് വറുത്തും കോരി മാറ്റണം. അതിന് ശേഷമേ നമുക്ക് പൊള്ളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അല്പം എണ്ണയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ പൊള്ളിക്കുമ്പോഴത്തേക്കേ ഒരു കുറച്ച് വേവ് പോരെ, ഒരു 3/4% വെന്താൽ മതി. ബാക്കി നമ്മൾ പൊള്ളിച്ചെടുക്കണം, അതിൽ വെന്തോളൂ. ഓക്കെ. ഇത് ഓൾറെഡി എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരെയാണ് കൂട്ടുകാരെ. എണ്ണ ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് മീനൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് എണ്ണ ചൂടാണ് കൂട്ടുക. നമുക്ക് അതിലേക്ക് ഓരോ മീനായിട്ടിട്ട് നമുക്ക് വറുത്ത് കോരാം. നാലെണ്ണം നിൽക്കുമോ? നമുക്ക് ഇതിൽ തന്നെ മറ്റേ ഉള്ളി സവാള വറുത്തെടുത്താൽ മതിയല്ലോ. ഓക്കെ. എന്തായാലും കൂട്ടുകാരെ, ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഹാഫ് നല്ല രീതിയിൽ മുരിഞ്ഞ് വരണ്ട, കാരണം ബാക്കി പൊള്ളിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 3/4% ഒന്ന് ഈ മീൻ വെന്ത് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് വാഴയില ഇത് നിങ്ങളുടെ മസാല കൊണ്ട് തയ്യാറാക്കി വാഴയില പൊള്ളിച്ചെടുക്കാം. ഓക്കെ. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. എന്താണ് കുറച്ച് ഇതിന് വലിയ വേവ് വേണ്ട കൂട്ടുകാർ. ഓൾമോസ്റ്റ് ഇത് നമ്മുടെ കാത്തി വെന്ത് വന്നിട്ടുണ്ട്. ഉടയാതെ എടുക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. മാക്സിമം നോക്കാം കേട്ടോ, മാക്സിമം ഉടയാതെ എടുക്കണം. പിന്നെ നമുക്കിത് ഞാൻ പറഞ്ഞ ഒരുപാട് വേവണ്ട, കാരണം നമുക്കൊരു 3/4% വെന്താൽ മതി. കാരണം
നമുക്ക് പൊള്ളിക്കാനുള്ളതാണ്. ഏകദേശം വെന്തിട്ടുണ്ടല്ലേ? പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടൊന്ന് കയറിയാം. ഓക്കെ, എന്തായാലും കൂട്ടുകാരെ നമ്മളെ മീൻ ഓൾറെഡി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനു മുമ്പ് നമുക്കൊന്ന് ഇലയൊന്ന് വാട്ടിയെടുക്കണം. വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് വാഴയില വാട്ടി നമുക്ക് മസാലക്കൂട്ടും തയ്യാറാക്കാം. ഓക്കെ, പതുക്കെ ഉടയാതെ മാറ്റണേ. നമുക്ക് 2 എണ്ണം വെച്ച് സെറ്റ് ചെയ്യാൻ തോന്നട്ടെ. ഇത് 2 നിൽക്കും. ചെറുതല്ല കേട്ടോ, നിൽക്കും. അത് തലയാണ്, അത് മാറ്റി വെച്ചാൽ നമുക്ക് വെക്കണ്ട. നമുക്ക് ഇതിൽ തന്നെ സവാള വരട്ടിയാൽ മതിയല്ല, ഈ എണ്ണയിൽ തന്നെ. ശരി, അപ്പം നമുക്ക് അടുത്തേക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഇപ്പോൾ കൂട്ടുകാർ എന്തായാലും നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഈ എണ്ണയിൽ തന്നെ നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത്. അല്പം എണ്ണ അവിടെ നമ്മൾ വീത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമുക്ക് ഇല വാട്ടാം. നമുക്ക് എന്തായാലും ഇതാ നമ്മൾ മീൻ ഇതാ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത് നമ്മളെ പൊള്ളിക്കാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനുള്ള നമ്മളെ എണ്ണ, മീൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കി മസാലക്കൂട്ടെല്ലാം ഇടുന്നത്. അത് നമുക്ക് അരിഞ്ഞ് വെച്ച് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ നമ്മൾ സവാള വരണ്ട് വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് ഒന്ന് വരണ്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ അല്പം ഉപ്പും കൂടി ചേർക്കുന്നത്. നല്ല വഴറ്റി എടുക്കണം. നല്ല വഴറ്റി വരണം. ഇതിൻ്റെ മസാലക്കൂട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ പൊള്ളിക്കാനുള്ള മസാലക്കൂട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ്. കുറച്ച് ഇഞ്ചി ഇടാം. കൂട്ടുകാരത്തിൽ കുറച്ചിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ സവാള ഒന്ന് വരട്ടിയെടുക്കണം. സവാള ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ സവാള ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട്. കൂട്ടുകാരെ നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇതൊന്ന് വരട്ടെ കൂട്ടുകാർക്ക്. 2 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. എന്താ ഓൾമോസ്റ്റ് സെറ്റ് ആയില്ലേ? പൊടിയിടാറായില്ല നമുക്ക്. കൂട്ടുകാർ നമ്മളെ സവാള, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇത്രയിട്ട് നമ്മൾ ഇത് ഏകദേശം ഒന്ന് നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്തൊക്കെയാണ് ഇടുന്നതിൽ?
ഗരം മസാല അല്പം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി കുറച്ച് മതി കേട്ടോ, ഒരുപാട് എരിവുള്ള വേണ്ട. കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. കൂട്ടുകാർ നമ്മളിതിലേക്ക് കാശ്മീരി ചില്ലി 1 സ്പൂണ്, സാധാ മുളക് പൊടി 1/4 സ്പൂണ്, അതുപോലെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ മീനിലും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്. ഇത് ഗരം മസാല ഇടുന്നുണ്ടോ? നമുക്കൊരു അല്പം ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മസാല കൂട്ട് ഇവിടെ തയ്യാറാവും. ഫിഷ് മസാലയല്ല, ഫിഷ് മസാല ഉണ്ടോ? ഭയങ്കര അല്പം ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഈ ഗരം മസാല വേണ്ടല്ലേ? ഗരം മസാല പകരം കൂട്ടി നമ്മൾ ഫിഷ് മസാല ഉണ്ട്, അപ്പം ഗരം മസാല ഇടുന്നില്ല. അല്പം ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. കൂട്ടുകാർ നമുക്ക് അല്പം ഫിഷ് മസാല മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല കൂട്ട് ഇവിടെ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് 2-3 വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. മസാല കൂട്ട് ഓൾറെഡി സെറ്റായല്ലോ, ഓക്കെ ആയല്ലോ. ഇപ്പം എല്ലാം കൂടെ അങ്ങ് തല പോയതിനെ കൂട്ടുകാരനെ കൈകൊണ്ടിട്. നമുക്കത് മാറ്റി വയ്ക്കാം. മസാല കൂട്ടം റെഡിയായി. നമ്മുടെ ഫിഷ് മസാല കൂട്ടം റെഡി. നമ്മളെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വാഴയില ഒന്ന് പൊള്ളിക്കണം കൂട്ടുകാരെ. നമുക്ക് വാഴയില പൊള്ളിക്കാം. വാഴയില ഒന്ന് വാട്ടിയെടുക്കാം അല്ലേ? അതിൻ്റെ തണ്ടൊക്കെ നല്ല വാടി വരട്ടെ, ഇല്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. നമ്മൾ ഗ്യാസിൽ വെച്ച് തന്നെയാണ് കൂട്ടുകാരെ വാഴയില വാട്ടിയെടുക്കുന്നത്. പ്രത്യേകിച്ച് അടുപ്പും കാര്യങ്ങളൊന്നുമില്ല, കാരണം സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ച് തന്നെയാണ് വാഴയില വാട്ടിയെടുക്കുന്നത്. നമുക്ക് എല്ലാ വാഴയിലും വാട്ടിയെടുത്തിട്ട് കാണാം. ഓക്കെ. നമ്മൾ ഓൾറെഡി നമ്മൾ ഇലയെല്ലാം വാട്ടി സെറ്റാക്കി മസാല കൂട്ട് റെഡി ആക്കിയിട്ടുണ്ട്. മീൻ നമ്മൾ ഫ്രൈ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നല്ലൊരു വാഴയില ഒന്ന് പൊതിഞ്ഞ് കെട്ടി പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ പൊള്ളിച്ചല്ലോ മതി. അപ്പൊ നമുക്ക് ബാക്കി ഈ മസാല കൂട്ടുന്ന ആദ്യം നമുക്ക് ഇതിലൊന്ന് കുറച്ച് വെച്ചു കൊടുക്കാം. രണ്ടായിട്ട് വെക്കണം, ഓരോന്നിട്ട് വെക്കണം. രണ്ടായിട്ട് വെച്ചാൽ രണ്ടായിട്ട് പോയി വെച്ചെടുത്താ പോരെ? ഇതിലേക്ക് അല്പം നമ്മളെ മസാല പുറത്ത് വെച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കറിവേപ്പില കൂടെ രണ്ടായിട്ടൊന്ന് ഒഴിച്ച് കറിവേപ്പിലയുടെ കൂട്ടുകാരെ ഓൾമോസ്റ്റ് നമ്മുടെ ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇതിൽ പൊതിഞ്ഞെടുക്കണം. ഓക്കെ. വാഴയില തന്നെ നമുക്കൊന്ന് കെട്ടി സെറ്റ് ചെയ്ത് പൊതിഞ്ഞെടുക്കാം. ചേട്ടാ, വാഴയിലയിൽ കെട്ടുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുമോ? വാഴയില പൊതിയണത്
വളരെ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടുമോ. ഓക്കെ. ഇതാ കൂട്ടുകാർ, ഇതാ നമ്മൾ ഒരെണ്ണം ഇതാ ഓൾമോസ്റ്റ് നമ്മൾ സെറ്റാക്കി ഇത് വച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി ഇതാ വച്ചിട്ടുണ്ട്. നമുക്ക് അതിന് അടുത്തേലും നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് സെയിം തന്നെ നമ്മളിതാ ഇതിനും മസാല മതിയായിരിക്കും ഒരുപാട് മസാല ആയാലും ഇത് ബോറാണ്. നമുക്ക് എല്ലാ ആവശ്യത്തിനാണ് കൂട്ടുകാരും നല്ലത്. നമുക്ക് ലാസ്റ്റ് വെച്ചാൽ നമുക്ക് ജസ്റ്റ് അത് തലയില്ല, നമുക്ക് ലാസ്റ്റ് അത് മസാല ഒരുപാട് നമ്മൾ വാരി കയറ്റിയാലേ ഈ മസാല വെച്ചാൽ മാത്രമേ മീൻ്റെ അത് കിട്ടും. മസാല കുറച്ച് മതി. എല്ലാവരും പൊള്ളിക്കുക എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് മസാല, അത്രയും മസാല ആയിരിക്കും. മീൻ കാണാൻ കിട്ടൂല അതിൻ്റെ അകത്ത്. തേച്ച് പിടിപ്പിക്കണേ. നമുക്ക് മസാല തേച്ച് പിടിപ്പിച്ച സംഭവം സൂപ്പറായി. അതിന് കൂടെ ഒന്ന് ആ സൈഡ് ഇരിക്കട്ടെ അല്ലേ, ഇരിക്കട്ടെ. ഇതിൽ നമുക്ക് കറിവേപ്പില ഒന്ന് വച്ച് ഇതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഇതാ കല്ല് വെച്ചിട്ടുണ്ട്. കല്ല് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മളിതാ റെഡിയാക്കി വെച്ച നമ്മുടെ ക്ലാത്തി മീൻ നമുക്ക് മസാല കൂട്ടുക വാഴയിൽ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കണം. നമ്മളിതിലേക്ക് ഓൾറെഡി നമ്മൾ എണ്ണ ഇതിൽ തേച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വെച്ച് നല്ല രീതിയിൽ ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് അടച്ചു കൊടുക്കാം. വേറെ ഓക്കെ, ഇവിടെ ഒരു ഒന്ന് സെറ്റാവട്ടെ. നിങ്ങൾ മറിച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ 2 എണ്ണം ഉണ്ട്, ഓൾമോസ്റ്റ് 2 എണ്ണം ഉണ്ട്. ഞാൻ രണ്ട് ഇതായിട്ടാണ് എടുത്തിരിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കൂട്ടുകാരെ നമുക്ക് എന്തായാലും നോക്കാം. നമുക്കൊന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് മറിച്ച് വയ്ക്കാം കൂട്ടുകാരെ. ഇതിൻ്റെ പിന്നെ ഇരിക്കട്ടെ കൂട്ടുകാരെ. നമ്മളത് മാക്സിമം നമ്മളെ ഇതിൽ വെച്ചാൽ പൊള്ളിച്ചെടുക്കണം. അതിന് എൻ്റെ ഒന്നാം ഒരുപാട് നമ്മൾ കരിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമ്മൾ പൊള്ളി ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ, നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് ഒരെണ്ണം നമുക്ക് ഒരു സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കൂട്ടുകാരെ, ഞാൻ ട്യൂഷനായി എത്തി. ഒരെണ്ണം സെറ്റാണ്. നമുക്ക് അടുത്ത കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. കൂട്ടുകാരെ, നമ്മൾ അടുത്തത് അടുത്ത് നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ഇതൊന്ന് നമുക്കൊന്ന് സെറ്റായിട്ട് വരട്ടെ. കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തത് ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാനത് മറിച്ചിട്ട് കൈ
സെറ്റായി, ഓൾമോസ്റ്റ് സെറ്റായി. ഇത് പോരെ? കൂട്ടുകാരെ, ഓൾമോസ്റ്റ് നമ്മുടെ 2 ഇതും നമുക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ ഇതിലേക്ക് മാറ്റാം. നമുക്കിതാ നമ്മുടെ 2 ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് നേരെ ടേബിളിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സംഭവം കൊള്ളാൻ മണമുണ്ടല്ലേ? വിചാരിച്ചതല്ല കേട്ടോ. കഴിക്കുമ്പോൾ എന്താണ് സംഭവം. ക്ലാത്തി എന്തായാലും ഫസ്റ്റ് ടൈമാണ് കൂട്ടുകാർ നമ്മൾ ചെയ്യുന്നത്. കരിമീൻ ആവോലൊക്കെ നമ്മൾ ഓൾറെഡി പൊള്ളിച്ചിട്ടുണ്ട്. പക്ഷേ ക്ലാത്തി നമ്മൾ ഫസ്റ്റ് ടൈം പൊള്ളിക്കുകയാണ്. കാരണം ഇത് ശരിക്കും ഈ മീൻ വറക്കാനേ കൊള്ളാം, കറി വയ്ക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പൊള്ളിച്ച് നോക്കാം എന്ന് വിചാരിച്ചത്. പൊരിച്ചവർ ടേസ്റ്റ് ഉണ്ട്, ഞാൻ അതൊന്ന് പൊള്ളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് അടുത്ത ടേസ്റ്റ് ടൈമിലേക്ക് പോകാം. ഓക്കെ, പോര് കൂട്ടുകാരെ. ഇത് നമ്മളെ ടേസ്റ്റ് ടൈമാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ചോറുണ്ടെന്നുള്ളൂ. സമയം 3 മണിയായി, താമസിച്ചുപോയി. എന്തായാലും നമുക്കിതല്ല, ചോറല്ല പ്രാധാന്യം. നമുക്ക് ചോറല്ല പ്രാധാന്യം. നമ്മളെ ഐറ്റം എന്താ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട, ഇതാണ് നമ്മുടെ ഐറ്റം. കാണാമോ എന്നറിയത്തില്ല. ക്ലാത്തി പൊള്ളിച്ചത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അഴിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വേറെ ഐറ്റം കിട്ടിയിട്ടുണ്ട്, ചക്ക. ക്ലാത്തി ചക്കയല്ലേ? അമ്മ അത് നല്ല കോമ്പിനേഷനാണ്. ഇത് കറി വെക്കുമെന്ന് പോയിട്ടാ ഞാൻ ഇപ്പൊ ചോദിച്ചു. അമ്മ പറഞ്ഞു കറി വെക്കുമെന്ന്. എൻ്റെ കൂട്ടുകാരെ, കാണാമോ എന്ന് അറിയത്തില്ല. കണ്ട, കളർഫുൾ ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കൂട്ടുകാരെ. ഓക്കെ, ഇല്ല വെച്ചിട്ടില്ല. ഇതാ കൂട്ടുകാരെ, നമ്മുടെ ക്ലാത്തി പൊള്ളിച്ചത് ഓൾമോസ്റ്റ് അവിടെ സെറ്റാണ്. സംഭവം പൊളി മണം, നല്ല അടിപൊളി മണമാണ് കൂട്ടുകാരെ. ഒന്നും പറയാനില്ല. നമ്മൾ ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. ഒന്നുകൂടെ ടേസ്റ്റ് നോക്ക്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. അടിപൊളിയാണോ? അടിപൊളിയല്ലേ? സൂപ്പർ. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടാ. ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത് അത്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? നമ്മൾ എന്ത് സാധനം മോശമെന്ന് വിചാരിക്കോ അതായിരിക്കും അടിപൊളിയായിട്ട് പറഞ്ഞത്. എന്ത് കാര്യം നമ്മളത് കൊള്ളില്ല, അത് ശരിയാവില്ലെന്ന് വിചാരിക്കോ. കൂട്ടുകാരെ, ഇതിനോടൊപ്പം നമുക്കിതാ നല്ല സൂപ്പർ ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല ചക്ക, നമ്മുടെ നെത്തോലി പച്ചക്കരച്ചത്, ചോറ്,
ഇന്നത്തെ ഒരു ചെറിയ മീനല്ല, പക്ഷെ ഇതൊരു ചെറിയ മീൻ തന്നെയാണ് കേട്ടോ. നമ്മൾ വിചാരിച്ചങ്ങാട്ടി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. സൂപ്പർ, അടിപൊളി. അപ്പോൾ ഉണ്ണിക്കുട്ടി അങ്ങനെ ഇഷ്ടപ്പെട്ടാ? ഉണ്ണിക്കുട്ടി ഇഷ്ടപ്പെട്ടാ? പൊളി. കരിമീൻ മാത്രമല്ല, നമ്മൾ എല്ലാ മീനും പൊള്ളിച്ച് തിന്നണം കൂട്ടുകാരെ, എങ്കിലും നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റും. എല്ലാവരും കരിമീനും ആവരും മാത്രം പൊള്ളിച്ച് തിന്നിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെ എന്തൊരു ഇഷ്ടപ്പെട്ടാ? ശരി, ഓക്കെ. അപ്പം കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ക്ലാത്തി ആദ്യമായിട്ടാണ് ക്ലാത്തി വയ്ക്കുന്നത്, മീൻസ് പൊള്ളിക്കുന്നത്. ട്രൈ ചെയ്യാൻ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് കൂട്ടുകാരെ നമ്മൾ വീഡിയോ നിർത്തണം. ഉണ്ണിക്കുട്ടാ സംഭവം പൊളിച്ചില്ലേ? സംഭവം സൂപ്പർ. കൂട്ടുകാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്നും ഈ കരിമീൻ, ആവോലി അല്ലെങ്കിൽ ചെമ്പല്ലി അല്ലെങ്കിൽ അങ്ങനെയുള്ള മീനുകൾ ചെയ്താൽ പോലെ ഇതുപോലെ വെറൈറ്റി മീനുകൾ ചെയ്ത് നോക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക. സംഭവം പൊളിച്ചിട്ടുണ്ട്, സൂപ്പർ. ഇനി നമ്മൾ തന്നെ ഇത് ചെയ്തിട്ട് ഞാൻ തന്നെ ഇത് അത്രത്തോളം കൊള്ളാം, അടിപൊളി, സൂപ്പർ എന്നുള്ള അർത്ഥമില്ല. പക്ഷേ സത്യസന്ധതയുള്ള കൂട്ടുകാരെ, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്, ഒന്നും പറയാനില്ല. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.